നമസ്കാരം. പാലക്കാടിൻ്റെ ആചാര അനുഷ്ഠാന കലാരൂപമായ തോൽപ്പാവക്കൂത്ത് ഏകദേശം 1960കളിലാണ് എൻ്റെ മുത്തച്ഛനായ ശ്രീകൃഷ്ണൻകുട്ടി പുലവർ ക്ഷേത്രമതിൽക്കെട്ടിൽ നിന്നും ഈ കലാരൂപത്തെ പുറംവേദിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് എൻ്റെ പിതാവായ പത്മശ്രീ ലഭിച്ച 2021 ഭാരതം പത്മശ്രീ കൊടുത്ത് ആദരിച്ച രാമചന്ദ്ര പുലവർ ഗാന്ധിക്കൂത്ത്, യേശുക്കൂത്ത്, മഹാബലിക്കൂത്ത്, അയ്യപ്പ ചരിതം തുടങ്ങിയ നിരവധി കഥകളിലൂടെ ഈ കലാരൂപത്തെ സാമൂഹികവൽക്കരിക്കുകയും 2021 ഡിസംബർ 25 ഈ കലാരൂപത്തിൽ സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് ഒരു സ്ത്രീപക്ഷ പാവനാടകവേദി രൂപീകരിക്കുകയും സ്ത്രീപക്ഷ നാടകവേദി ചരിത്രത്തിലാദ്യമായി രൂപീകരിക്കുകയും ചെയ്തത്. ആദ്യം ഞങ്ങൾ ഒരു പെൺകുട്ടിയുടെ ജനനം മുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഈ സ്ത്രീപക്ഷ നാടകവേദിയിലൂടെ കഥകൾ പറഞ്ഞത്. എന്നാൽ പിന്നീട് ഞങ്ങൾക്ക് രാമായണം അവതരിപ്പിക്കാനുള്ള ഒട്ടനവധി വേദികൾ ലഭിച്ചത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം തന്നെയായിരുന്നു. ഷൊർണൂർ തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു തോൽപ്പാവക്കൂത്തിലെ പെൺപാവക്കൂത്ത്. ഏവർക്കും സ്വാഗതം. രാമായണം ഭാരതീയ പുരാണങ്ങളിൽ അത്യുന്നതമായ ഒന്നാണ് രാമായണം. വാൽമീകി മഹർഷി ഈ പുരാണകഥ ആദ്യമായി സംസ്കൃതത്തിൽ എഴുതി. പിൽക്കാലത്ത് ഈ പുരാണം പല ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് സൂര്യവംശ രാജാക്കന്മാരുടെ കഥയാണ്. കഥാനായകനോ ശ്രീരാമനും. മഹാവിഷ്ണുവിന്റെ അവതാരമായ രാമൻ സ്നേഹവും സ്വഭാവഗുണവുമുള്ള ഒരു നല്ല മനുഷ്യനും രാജാവുമായിരുന്നു. തുതികൊണ്ടു നിന്നടി തൊഴും കരുണൈതാ തമിഴ് തൊടുക്കിന്റെ ബഹുവിദ്യംബങ്ങളണുഖമലിംബങ്ങൾ താമല്ല സുഖശീരണ പെരുമൈതാ പുത്രമിത്രാർത്ഥ കളത്രാദികൾ പരുന്തുതാൻ വന്നവരലാ ോടുമന്നമ്പടക്കിന്റെ കനകമസുത കമ്പക്കടകരി മുഖവാഗണപതി കുമ്പിത്തരുളിയ ചാചാജഞ്ച പരിയോട വിപുരിയപ്പം തരുവേൻ കാക്കാടഞ്ചടി മലർ വെച്ചിത തൊഴുതൻ പക്ഷം പലകനി പത്തും തരുവേൻ തിരുടുമരുവിയ ഉദവിയ ഗണപതി യരലാവശാസഹരക്ഷ. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. വന്തവിടത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തു കൊള്ളലാം. മൂഷിക വാഹന മോദകഹസ്ത രാമകർണ വിളംബിയ സൂത വാമനരൂപ മഹേശ്വര പുത്ര വിഘ്നവിനായക പാദം നമസ്തേ. ദേവർകൾ മുറയിട്ടേ വരും മൂഷിക വാഹനനേ ഗണപതി ചക്കിട്ടേ വരും മുത്തിക്കുരു മുതലേ കണ്ടക്ക
കാലിലണിந்த ചിലമ്പ് ചലഞ്ചല നെഞ്ചിടവേ സംഘത്തേറിയിരുന്നിട്ടെ തമിഴോദിയ ഷൺമുഖനേ പണ്ടത്തേവകൾ വന്നീ കൈതൊഴുമരുകിയ മരുകോനേ പരനാളരുളിയ ഉമയാതിരുമകനായ ഷൺമുഖനേ ചുണ്ടക്കാവിനിൽ മേരി വളർന്നൊരു ഒപ്പവയിത്തോനേ ചൊല്ലിത്തൊഴുവോം നല്ലൽ പടുവതു തോളിൽ പറ്ററുമേ മൂഷിക വാഹന മോദകഹസ്ത താമരകർണ വിളംബിയ സൂത വാമനരൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദം നമസ്തേ. നമുക്ക് കമ്പനാടകം തന്ന് നമ്മെ രക്ഷിക്കപ്പെട്ടതാണ് നമ്മുടെ മാതാവാണ് ആര്യങ്കാവിൽ ഭഗവതി. ശ്രീപാദം നമസ്കാരം. ശ്രീ മാരിയമ്മൻ. ശ്രീപാദം നമസ്കാരം. ഇവിടെ എല്ലാ ദേവി ദേവന്മാർക്കും അനന്തം കോടി ശ്രീപാദം നമസ്കാരം. ഇനി നമുക്ക് ഹരിയോം നമ എങ്കുറെ അക്ഷരത്തെ ഉപദേശം ചെയ്തു തരപ്പെട്ടതാണ് നമ്മുടെ ഗുരുവാന ചിന്നത്തമ്പി പുലവര്. ശ്രീപാദം നമസ്കാരം. ലക്ഷ്മണ പുലവർ. ശ്രീപാദം നമസ്കാരം. കുട്ടി പുലവർ. ശ്രീപാദം നമസ്കാരം. മൺമറഞ്ഞു പോന എല്ലാ ഗുരുനാഥന്മാർക്കും അനന്തം കോടി ശ്രീപാദം നമസ്കാരം. നാമളം പോയി വിടുവോം. ഹരി ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ. നമസ്കാരം നമസ്കാരം വിദൂഷകരെ. ദശമുഖനായ പുലസ്ത്യ കുലവംശജനായ ലങ്കാമന്നൻ രാവണന്റെ സജ്ജനോപദ്രവം ശോകാത്മകമായിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ വിദൂഷകരെ? ദുഷ്ടന്മാർ ചെയ്തു വരുന്ന സജ്ജനോപദ്രവം ഋഷീശ്വരന്മാർ നടത്തിവരുന്ന യാഗം ജപം തപം ഇതുകളെല്ലാം മുടക്കി വരുന്നു. അതുകൊണ്ട് ഭൂമിദേവി ദുഷ്ടന്മാരുടെ ഭൂഭാരം സഹിക്കാതെ ഗോരൂപമെടുത്ത് ഈ ലോകത്തിൽ സ്തനഹാദികളായ മഹിഷിമാരോടുകൂടി സങ്കടം അറിയിച്ചു കഴിഞ്ഞു. ഇന്ദ്രാദിദേവന്മാരെയും കൂട്ടി സത്യലോകത്ത് ബ്രഹ്മദേവന്മാരെ കണ്ട് സങ്കടം പറയുന്നു. ബ്രഹ്മാവ് സൃഷ്ടി തൊഴിൽ ചെയ്തു വരുന്ന എനിക്ക് രാവണ നിഗ്രഹം അസാധ്യമാണെന്ന് പറയുന്നത് കേട്ടില്ലേ? ബ്രഹ്മാദിദേവന്മാർ ചേർന്നുകൊണ്ട് കൈലാസത്തിലെത്തി സംഹാരമൂർത്തിയായ പരമേശ്വരനെ കണ്ട് സങ്കടമുണർത്തിക്കുകയാണ്. ഹേ ബ്രഹ്മാദിദേവന്മാരെ, ഭൂമിദേവി രാവണാദി രാക്ഷസന്മാർ എന്റെ ഭക്തന്മാരാണ്. ഭക്തന്മാരെ നിഗ്രഹിച്ചാൽ ഭക്താനുഗ്രഹ നിഗ്രഹ തൽപരൻ എന്ന അപകീർത്തി ഉണ്ടാകും. നമുക്ക് ശ്രീപാലാഴിയിൽ പോയി നാരായണ സ്വാമിയെ കാണാമെന്ന് പറഞ്ഞ് വൈകുണ്ഠ ലോകത്തിൽ നാരായണനെ സ്തുതിക്കുകയും ഇതാ കേൾക്കുന്നില്ലേ? നാരായണ ശരണം. പരബ്രഹ്മസ്വരൂപ ശരണം. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക ശരണം. അതിന് നാരായണ സ്വാമി എന്ത് പരിഹാരമാണ് കാണുവാൻ പോകുന്നത്? അദ്ദേഹം ശിവബ്രഹ്മാദി ദേവന്മാരെ നോക്കി പറയുന്നു, ഞാൻ ഭൂതം ഭാവി വർത്തമാനങ്ങളെ സുവ്യക്തമായി കാണുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ അയോധ്യാപതിയായ ഇക്ഷാകു മുതൽ 101 രാജാക്കന്മാർ ഭരിച്ചു വരുന്ന രാജാവായ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി അവതരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്റെ ആത്മാംശങ്ങൾ കൊണ്ട് ഭൂമിയിൽ ജനിക്കുവിൻ. നിങ്ങളുടെ സഹായത്തോടുകൂടി ദുഷ്ടന്മാരായ രാവണാദി രാക്ഷസന്മാരെ എല്ലാം സംഹരിച്ചുകൊണ്ട് ധർമ്മത്തെ നിലനിർത്താം. നിങ്ങൾ വിടവറ്റുകൊള്ളുവിൻ. അപ്പോൾ നമുക്ക് ഭഗവാന്റെ അവതാരത്തിനായി കാത്തിരിക്കാമല്ലേ? അതെ അതെ, മതി മതി, അതുമതി. സജ്ജനർക്ക് അതുമതി, അന്തണർക്ക് അതുമതി. ഭഗവാന്റെ കാരുണ്യത്താൽ അയോധ്യാപതി 60,000 സംവത്സരം പുത്രന്മാരില്ലാതെ പുത്രകാമേഷ്ടിയാഗം ചെയ്ത് സന്താനധന ഭാഗ്യവാനായി നാമകരണം കഴിഞ്ഞ് ആനയേറ്റം കുതിരയേറ്റം വിദ്യാഭ്യാസവും കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ അയോധ്യയിലെത്തി. പുത്രന്മാരെ യാഗരക്ഷയ്ക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. യാഗരക്ഷ കഴിഞ്ഞു അവർ ജനകപുരിയിലെത്തി. അതാ നോക്കൂ,
മിഥിലാ രാജ്യത്തിൽ കല്യാണത്തിന്റെ ആരവങ്ങൾ കേൾക്കുന്നില്ലേ? ഹേ ഭടന്മാരെ, ശിവദത്തമായ ത്രയംബകം എന്ന വില്ല് വേദിയിൽ കൊണ്ടുവന്നു വെക്കൂ. ഓം ഹരി 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 ഓം. മംഗളം ശുഭം വിവാഹമംഗളം ശുഭം വിവാഹമംഗളം ശുഭം. രാമ രാമ രമാപതിയെ രക്ഷിക്കും കരുണാനിധി ഏമൻ വന്ദനെ മോണ്ടി രാമലെ എന്നെയാളും ദയാനിധി ധരണി മോണ്ടിടിയണന്തവാ ശബരിയെ ചിലയുണ്ടവാ പരമപദം തനിയടങ്ങവാ ഭക്തർ മനസ്സിൽ தெரிந்தவா உன்னை விடவே வேர்கதி இந்த உலகிலுண்டோ ரகுபதி அன்னை தந்த சீதாபதியே ஆருமற்றவர் கதிபதியே ராம ராம ரமாபதியே ரட்சிக்கும் கருணாநிதே ஏமன் வந்தனை மூன்றி ராமலே என்னையாளும் தயாநிதே என்னையாளும் தயாநிதே. പുലിയനു കണിയായി ആன்று പുറത്തന്ത പുലത്തിറ്റാകി അവിയകത്തുറകടാകി ഐന്തിണൈ നെറിയാളാകി ചവിയുറ തെളിந்த തണ്ണൻ ഒഴുക്കവും തഴുവിച്ചാലോ കവിയന കിടந்த ഗോദാപുരിയനേ വരായ് സോദര ലക്ഷ്മണ. ശരണമേ ശരണം ശ്രീരാമചന്ദ്രപ്രഭോ. ലക്ഷ്മണ നോക്കൂ, ഈ ഗോദാവരി നദി ഭൂമിക്ക് തന്നെ ഒരു അലങ്കാരമായി ശോഭിക്കുന്നത് കണ്ടില്ലേ? നമ്മൾ മാതൃപിതൃആജ്ഞ പരിപാലനം ചെയ്യുന്നതിനു വേണ്ടി അയോധ്യ രാജ്യത്തിലിരുന്ന് പുറപ്പെട്ട് 14 സംവത്സരം മരവരിയുടുത്ത് വൽക്കലധരിത്ത് വാനപ്രസ്ഥാശ്രമത്തെ കൈക്കൊണ്ട് സരയൂ നദി ചിത്രകൂടം ദണ്ഡകാരണ്യം വഴിയായി പഞ്ചവടിയായ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പുണ്യഭൂമിയിൽ ഒരു പർണശാല നിർമ്മിക്കൂ ലക്ഷ്മണ. കൽപ്പന പോലെ ജ്യേഷ്ഠ. എങ്കും തിരിയുമുഴൈമായിടം ഏനം കരടി പുലിയാളി ചിങ്കം തിരിവതനയന്തൻ ചിരുഞാണൊലിയിൽ ചെവിടുപട. വനത്തിൽ നോക്കുന്ന സമയത്ത് കാട്ടുമൃഗങ്ങളെയല്ലേ കാണുന്നത്? സീതാദേവിക്ക് ഭയം വരും. ഈ വനത്തിലെ കാട്ടുമൃഗങ്ങൾ ഓടിപ്പോകുവാൻ വില്ല് വളച്ച് വിൽധ്വനി കേൾപ്പിക്കാം. എടാ എടാ സ്മാപ്പൈ.
മൃഗങ്ങളെല്ലാം ഓടി ഒളിച്ച സമയത്ത് അതാ ആകാശത്തു നിന്നും ഒരു വാൾ വരുന്നു. ഈശ്വരാനുഗ്രഹം തന്നെ. ഈ വാൾ കൊണ്ട് ഈ കാണുന്ന വൃക്ഷത്തെ മുറിക്കാം. തേരാ. അയ്യോ, വൃക്ഷം മുറിച്ച സമയത്തിൽ അതിന്റെ വെട്ടേറ്റുകൊണ്ട് ഒരു ശരീരയല്ലവാ മരിച്ചു വീണത്. ഈ വൃക്ഷവും വേണ്ട, ഈ വനവും വേണ്ട. വേറൊരു വനത്തിൽ ചെന്ന് വെള്ളை മാമരத்தை குறிருபாளாலேந்து குறித்தன குணத்தை பார்த்து ஆறிரு கால்கள் நாட்டி அழுதியோ உத்தரங்கள் சாத்தி மாறிலாசாலையொன்றும் மனத்து போச்சமைப்ப நின்று. അതാ ദൂരെ ഒരു വനം കാണുന്നു. അതിൽ പർണശാലയ്ക്ക് അനുയോജ്യമായ വൃക്ഷവും കാണുന്നു. ഈ വൃക്ഷത്തെ മുറിക്കാം. തേരാ. നല്ല കാതലുള്ള വൃക്ഷം, 12 കാലുകൾ, ഉത്തരങ്ങൾ, കഴുക്കോൽ, പട്ടിക മുതലായവ എടുത്ത് പർണശാല നിർമ്മിക്കാൻ പോകാം. ഹായ് ഹേ ഹായ് ഹേ ഹായ് ഹേ. മുന്നിലൊരു കാൽ, തേരാ. പിന്നിലും ഒരു കാൽ, തേരാ. ഹേ ജ്യേഷ്ഠ, ഞാൻ നല്ല ഒരു വൃക്ഷത്തെ മുറിച്ച സമയത്തിൽ ഒരു ദുഷ്ടന്റെ ശരീരം 2 കഷ്ണമായി മുറിഞ്ഞു വീണു. അതിൽ വല്ല ആപത്ത് വിപത്ത് വരുമോ അറിയില്ല. വേറൊരു വൃക്ഷത്തെ മുറിച്ച് ശാസ്ത്രവിധി പ്രകാരം ഒരു പർണശാല നിർമ്മിച്ചു. ദേവിയോടുകൂടി നിങ്ങൾ ഇതിൽ വസിക്കുക. ഞാൻ പുറത്തു നിന്നും യാതൊരു വിപത്തും വരാതെ കാത്തുകൊള്ളാം. ഹേ സീതേ, ലക്ഷ്മണൻ നിർമ്മിച്ച പർണശാലയെ നോക്കൂ. மாயம் நீங்கின சிந்தனை மாமரை தூய பால் கடல் வைகுண்டம் சொல்லலாம். ஆயக்கங்கையரும் புனலண்டவே ஏய எம்பி சமைத்தனசாலையே. അജ്ഞാനം നീങ്ങിയ മനസ്സോടുകൂടിയും മഹത്വമേറിയ വേദങ്ങളെയും പരിശുദ്ധമായ പാൽക്കടൽ പോലെയും ആകാശഗംഗയെയും എല്ലാം ഇതിന് ഉപമയായി പറയാവുന്നതാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ ഇതിൽ നമുക്ക് അധിവാസം ചെയ്യാം. ജാനകി, അങ്ങയുടെ ഇഷ്ടം പോലെ സ്വാമിൻ. ആണി പൊന്നിനതാകിയ തായ്ക്കതിരാൽ ചേണിൽ ചുടർകിன்றതിൻ ചെവികാൽ മാണിക്യമയത്തൊരു മാനുളതാൻ കാണത്തക്കുമോ ഇതു കാരണനേ. ശരണം കണവാ. നോക്കൂ, മാറ്റുകൂടിയ തങ്കത്തേക്കാൾ ദേഹകാന്തിയോടുകൂടിയൊരു മാൻ കളിക്കുന്നത് കണ്ടില്ലേ? ഈ മാനിനെ വളർത്തുവാനായി പിടിച്ചു തരണമേ സ്വാമിൻ. ഹേ ലക്ഷ്മണ, ഈ മാനിനെ നോക്കൂ. ഈ മാനിന് സമാനമായി ബ്രഹ്മസൃഷ്ടിയിലുള്ള ഒന്നിനെയും ഉപമിച്ച് പറയുവാൻ കഴിയുന്നില്ലല്ലോ. സീത ഈ മാനിനെ കണ്ട് മോഹിച്ച് പിടിച്ചു തരണമെന്ന് പറയുന്നു. ഇത് യാഥാർത്ഥ്യമായ മാനാണോ എന്ന് നോക്കി പറയൂ ലക്ഷ്മണ. കൽപ്പന പോലെ ജ്യേഷ്ഠ. ഞാൻ നോക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമായ മൃഗമല്ല. മാനിനെ അയച്ച് പിറകിൽ ചില രാക്ഷസന്മാർ നിൽക്കുന്നു. യാഥാർത്ഥ്യം ജ്യേഷ്ഠനെ ബോധിപ്പിക്കാം. ഹേ ജ്യേഷ്ഠ, വിശ്വാമിത്ര മഹർഷിയുടെ യാഗം മുടക്കുവാൻ വന്ന മാരീചനാണ് മാൻവേഷത്തിൽ വന്നിരിക്കുന്നത്. ഈ മാൻവേട്ട നമുക്ക് ഉപേക്ഷിക്കാം ജ്യേഷ്ഠ. സീതയുടെ അഭിഷ്ടം സാധിക്കുന്നതിനായി ഞാൻ ഈ മാനിനെ പിടിക്കുവാൻ പോകുന്നു. ഞാൻ മടങ്ങി വരുന്നതുവരെ സീതയെയും പർണശാലയെയും കാത്തുകൊള്ളുക. ഈ മാനിനെ ഒന്ന് പിടിച്ചു നോക്കട്ടെ. ഇങ്ങ വാ മാനി, ഇപ്പടി വാ മാനി, ഇങ്ങ വാ മാനി, ഇങ്ങ വാ, ഇപ്പടി വാ, ഇങ്ങ വാ, ഇപ്പടി വാ. ഏയ്, മാനിനെ പിടിക്കാൻ കിട്ടുന്നില്ല. ഹേ കനകമൃഗമേ, ஓராதே நீ என் முன் வந்தாய், உன்னை விரும்பி யான் வந்தேன். சீரா கமல சீதேவி சென்று பிடித்து தாவென்றாய். வாராய் வாராய் மானே நீ மறுபூங்குழலி வளர்க்கின்றாய்.
ദശയായി നിன்று തളർവായോ. ഹേ മാനെ, മാനിന്റെ കണ്ണുപോലെ ദൃഷ്ടിയുള്ള എന്റെ ധർമ്മപത്നിയായ സീതയുടെ ആവശ്യാർത്ഥം ഞങ്ങളുടെ അടുത്ത് വരുന്നതായ നിനക്ക് പാൽ, പഴം മുതലായ മധുര പദാർത്ഥങ്ങളെ തന്നെ ഞാൻ രക്ഷിക്കുന്നതാണ്. മാനിനെ പിടികിട്ടുന്നില്ല. ലക്ഷ്മണൻ പറഞ്ഞത് ശരിയാണ്. ഈ മാനിനെ പിടിക്കാൻ സാധിക്കുന്നില്ല. ഈ മാൻ വേണ്ടാം വേണ്ടാം എന്ന് പറയുമ്പോഴും മാൻ മുന്നിലൂടെ ഓടി 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 അല്ലവാ കളിക്കുന്നത്. അമ്പട മാനെ, ഒന്നുകൂടി പിടിച്ചു നോക്കാം. ഇങ്ങ വാ മാനെ, ഇപ്പടി വാ മാനെ, ഇങ്ങ വാ മാനെ, ഇങ്ങ വാ, ഇപ്പടി വാ, ഇങ്ങ വാ, ഇപ്പടി വാ. ഏയ്, മാനിനെ പിടികിട്ടുന്നില്ല. ഈ കുഴിയിൽ ചാടിയാൽ അതാ കുന്നിൽ പോകുന്നു, കുന്നിൽ പോയാലോ അതാ കുഴിയിൽ ചാടുന്നു. കുണ്ടിടയി വരും മേഘക്കുഴവിടായി കുടിക്കും കൂടെ മാനിനെ അസ്ത്രം അയച്ച് നിഗ്രഹിക്കുക തന്നെ ചെയ്യാം. എടാ എടാ സ്മാപ്പൈ. അയ്യോ അയ്യോ സീതേ. ഹായ് ലക്ഷ്മണ. മാനിൻ പിറകെ എൻ വിധിയാൽ വന്നേൻ, അരക്കൽ മായത്താൽ കാനിലെന്നെ കൊല്ലുകിറായി കാപ്പായം വിയലക്കുവനേ. തേനിൻ മൊഴിയായി ജനകനരുൾ സീതേ നീയും എഴുന്തനയോ. കാനിലെന്നെ കൊല്ലുമുന്നൈ വന്ന് എന്നെ കാപ്പായോ. മാനിനെ പിടിക്കുവാൻ വന്ന ഞാൻ വിധിവശം നിമിത്തം രാക്ഷസന്മാരുടെ മഹാമായത്തിൽ അകപ്പെട്ടുകൊണ്ട് എന്നെ അവർ കൊല്ലുന്നതിന് മുന്നേ നീയേ വന്നുകൊണ്ട് രക്ഷിക്കണേ ലക്ഷ്മണ. അയ്യോ അയ്യോ ഹരായ് സീതേ. ലക്ഷ്മണൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. മാരീതനല്ലേ മരിച്ചു വീണത്. ഈ രാക്ഷസൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് സീത കേട്ടാലും ലക്ഷ്മണൻ കേൾക്കാതിരിക്കട്ടെ. കുറച്ചു നേരം ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് ക്ഷീണം തീർക്കാം. കുറ്റം വീന്ത കൂനത്തിൻ പോമകൻ മറ്റ ഹേ ലക്ഷ്മണ, ജ്യേഷ്ഠന്റെ ദീനവിലാപം കേട്ട് യാതൊരു ഭയവുമില്ലാതെ നിൽക്കുന്നോ ഇവിടെ? അതിവേഗം ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോകൂ. ദേവി, അവിടുന്ന് അവിവേകമായി സംസാരിക്കുന്നത് കഷ്ടമാണ്. ഞാൻ പർണശാലയ്ക്ക് ചുറ്റും 3 രേഖ വരയ്ക്കാം. ഒരു കാരണവശാലും ഈ രേഖകൾ മുറിച്ചു വരുന്നത് വലിയ ആപത്തായിരിക്കും. എന്തു വന്നാലും ജഡായുദേവർ കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോകാം. ശ്രീമൻ നാരായണ ശരണം. പരബ്രഹ്മസ്വരൂപ ശരണം. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായക ശരണം. ഈ വനത്തിലും ജ്യേഷ്ഠനെ കാണുന്നില്ല. വേറൊരു വനത്തിൽ പോയി നോക്കാം. ലങ്കാമന്നൻ, ആമാം ദശഗ്രീവൻ, ആമാം ദശമകുട സിംഹാസനൻ, ആമാം സാമവേദ സാധകൻ, അപ്പടിത്താൻ അഷ്ടഗത യുദ്ധപ്രിയൻ, ആമാം കൈലാസോദ്ധാരകൻ, അപ്പടിത്താൻ രാവണൻ. മാരീചമാമൻ രാമനെയും ലക്ഷ്മണനെയും പർണശാലയിൽ നിന്ന് അകറ്റിയല്ലോ. രാവണനായ ഞാൻ സന്യാസി വേഷത്തിൽ സീതയുടെ സമീപത്തിൽ പോകാം. ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി. ഹരി ഓം ഹരി. അച്യുതം കേശവം നാരായണം ഭജെ, കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ശ്രീധരം മാധവം ഗോപികാവല്ലഭൻ, വിഷ്ണുനാരായണം രാമചന്ദ്രം ഭജേ. വിഷ്ണുനാരായണം രാമചന്ദ്രം ഭജെ,
ജാനകി നായകൻ രാമചന്ദ്രൻ ഭജേ അച്യുതം കേശവം നാരായണം ഭജേ കൃഷ്ണദാമോദരം വാസുദേവം ഭജേ ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ തിങ്കളയാൾ കൊള്ളവാവാ ശിവ ശിവ ഗജമുഖ ഗണനാഥ ശംഭോ ശിവ ഗുണവന്ദിത ഗുണനീത അമ്പലത്തരശേ അരുൾമരുന്തേ ശംഭോ ആനന്ദത്തേനേ അരുളിരുന്തേ പൊതുനടത്തരശേ പുണ്യനേ ശംഭോ പുലവരെല്ലാം പുകഴ് കണ്ണിയനേ ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ എങ്കളയാൾ കൊള്ളവാവാ ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ എങ്കളയാൾ കൊള്ളവാവാ ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ എങ്കളയാൾ കൊള്ളവാവാ ഭിക്ഷാം ദേഹി. അവിടുന്ന് ആരാണ്? ഹേ കുമാരി, ഞാൻ ആരാണെന്ന് പറയാം. അസത്യം പറയുന്ന മുനിയല്ല ഞാൻ. ഈ പ്രപഞ്ചമെല്ലാം അസത്യമാണ്. സത്യം ഏതെന്ന സച്ചിദാനന്ദമായ ആത്മസ്വരൂപമാണ്. അധിക കാലമായി സമാധിയിലേ ഇരുന്ന് ഉണർന്നപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കുന്നില്ല. അല്പം അന്നം ഭിക്ഷ. ഇന്ന് ശബ്ദിക്കപ്പെട്ട വളകൾ അണിഞ്ഞ കൈകൾ കൊണ്ട ഒരു കബളം അന്നം തരണമേ കുമാരി. എന്റെ ഭർത്താവും അനുജനും വന്നാൽ വല്ല കായോ കനിയോ അങ്ങേക്കു നൽകാം മുനിയെ. ഈ ഘോരമായ വനത്തിൽ സഹായത്തിന് ആരുമില്ലാതെ നീ തനിയെ ഇരിക്കാൻ കാരണമെന്താണ്? നിന്റെ പേരെന്താകുന്നു? അച്ഛനാര്? നായകൻ ആരാണ് കുമാരി? കേട്ടാലും മുനീശ്വര, സന്മാർഗശാലികളായ നിങ്ങളെ പോലുള്ള മഹാത്മാക്കളാണ്. ദൈവം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഒരാളായ ജനകരാജാവാണ് എന്റെ പിതാവ്. എന്റെ പേര് ജാനകി. എന്റെ നായകൻ കാകുത്സ്ഥ വംശോത്ഭവൻ എന്നറിഞ്ഞുകൊള്ളുക. കുലസ്ത്രീകൾ നായകന്റെ പേര് പറയുന്നത് ശരിയല്ലല്ലോ. ത്രികാലജ്ഞാനിയായ ഞാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. നിന്റെ നായകൻ വരുന്നതുവരെ ഒരു രാജാവിന്റെ ചരിത്രം ഞാൻ പറയാം. ഇന്ദ്രനേക്കാൾ ഭാഗ്യവാൻ, സുന്ദരൻ, ബ്രഹ്മകുലത്തിൽ ജനിച്ചവനുമായ ശ്രീ പരമശിവന്റെ വാസസ്ഥലമായ കൈലാസ പർവ്വതത്തെ എടുത്ത് അമ്മാനമാടിയവൻ, അഷ്ടഗജങ്ങളെ ജയിച്ചവൻ, പരമശിവൻ സമ്മാനിച്ച ചന്ദ്രകാസം എന്ന വാൾ ധരിച്ചവൻ. ഈ ഗുണങ്ങളുള്ള അദ്ദേഹം തനിക്ക് യോജിച്ച ഒരു പെണ്ണിനെ കിട്ടുവാൻ ആശിച്ചിരിക്കുകയാണ്. 10 തലകളിലും നവരത്നങ്ങളായ കിരീടങ്ങളെ ധരിച്ചവനും 20 തോളുകളുമുള്ള അവനെ കണ്ടാൽ ഏത് സ്ത്രീയും മയങ്ങിപ്പോകും. രാവണൻ എന്ന ആ രാജാവ് വസിക്കുന്ന ലങ്കയിൽ നിന്നാണ് ഞാൻ വരുന്നത്. നിന്നെ കാണുന്ന സമയത്തിൽ രാവണനെ യോജിച്ച ഒരു സ്ത്രീയാവും. മുനിയെ, ആ ദുഷ്ടന്മാരെ കൊല്ലാനാണ് എന്റെ പ്രാണനായകൻ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങയെ കാണുമ്പോൾ ദുഷ്ടസംസർഗം കാണുന്നു. അങ്ങ് ഇവിടുന്ന് പോയാലും മുനിയെ. എടീ സീതേ, ദേവന്മാരെ പോലും അനുസരിപ്പിക്കുന്ന രാവണനായ എന്റെ പരാക്രമം നീ ഒരു പെണ്ണായതുകൊണ്ട് വൃഥാ വിടുന്നു. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഭക്ഷിക്കുമായിരുന്നു. നിന്നെ എടുത്തുകൊണ്ടുപോകാൻ ഉദ്യമിക്കട്ടെ. പതിവ്രതാഗ്നി സീത, പതിവ്രത പിൻഭാഗത്ത് പോകട്ടെ. അവിടെയും പതിവ്രതാഗ്നി. ചന്ദ്രകാസം എന്ന വാളായത്തെ എടുത്ത് 1 യോജന ഭൂമിയോടുകൂടി കുത്തിപ്പുഴക്കി ജലത്തിലെടുത്ത് കൊണ്ടുപോകാം. അയ്യോ അയ്യോ, പക്ഷിശ്രേഷ്ഠരെ, ജടായുദേവരെ, നീ വന്ന് എന്നെ രക്ഷിക്കണമേ. അഴുതിട്ടലറിയലൻ വந்தேன், അഞ്ചലൻ പാരുരുവരില്ലേ, കഴുകുക്കരശേൻ മാമാ, കാകുസ്തന്നൻ പെരുന്തേവി ഒഴുകത്തേർമേൽ പോരിன்றே நுயிர்வாளரக்கன் கைபெட்டேன், மழு
ക്രൂരിയായ രാവണനല്ലേ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. ഞാനേ പോയി രക്ഷിച്ചു കൊള്ളാം. കെട്ടായി കിളയോടു നിൻ വാഴ്വയില്ല ചുട്ടായിതു എന്ന തുടങ്ങിനനി പട്ടായനവേ കൊടു പത്തിനിയെ വിട്ടേ കുതിയാൽ ഇതു ചിന്തിലൻ ഞാൻ. ഹേ രാവണ, ദുഷ്ട, മഹാഭാവി, നീ അധർമ്മത്തിന് ഒരുങ്ങിയല്ലോ. സീതാദേവിയെ വിട്ടുപോയാൽ നിനക്ക് ജീവനോടെ പോകാം. എടാ ജടായു, പടർന്നു മേരു കിരിയന പറന്നു വന്ന പറവയെ തുടർന്നുയർന്ന് പൊറുവയാകിൽ തൂയവാനിലേറ്റുവേ. അടർന്നു യാനുனை പിടിക്കടൈത്തുதைத்து മണ്ണിനെ ഇടർന്നെതിർന്നു പോകിൽ യാൻ ഇലങ്കை വേന്തനല്ലനേ. മൂടാ, ശവന്തീനി, തന്തക്കഴുവി, മഹാമേരു പർവ്വതം പറന്നു വരുന്ന പോലെ നീ എവിടെ നിന്നാണ് വന്നത്? നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് അയക്കും. നിന്റെ കാലും തലയും കൂട്ടിപ്പിടിച്ച് ഭൂമിയിലിട്ടടിച്ച് നിഗ്രഹിക്കും. കേട്ടയോ പക്ഷി? എടാ രാവണ, ദുഷ്ട, നിന്റെ കിരീടാദി ആഭരണങ്ങളും രഥവും എല്ലാം ഞാൻ കൊത്തി കൊത്തി നശിപ്പിക്കുന്നു. ജടായു, ഇനി നമുക്ക് ജീവന്റെ മർമ്മം പറഞ്ഞ് യുദ്ധം ചെയ്യാം. എന്റെ മർമ്മസ്ഥാനം ഇടത് കാലിന്റെ പെരുവിരലിലാണ്. എടാ രാവണ, എന്റെ ജീവൻ വലതു ചിറകിലാണ്. ഞാനിതാ നിന്റെ ഇടതുകാൽ പെരുവിരലിൽ കൊത്തുന്നു. ചന്ദ്രകാസത്താൽ ഞാൻ നിന്റെ വലതു ചിറക് വെട്ടുന്നു. തേരാ. അയ്യോ, ജടായുദേവരല്ലേ ചിറകുടിഞ്ഞു കിടക്കുന്നത്. എന്റെ പ്രാണനായകനെ കാണുന്നതുവരേക്കും മരണമുണ്ടാകരുതേ എന്ന് ഞാനിതാ ആഗ്രഹിക്കുന്നു. ഇവളെ ഇനി ആകാശമാർഗമായി അതിവേഗം കൊണ്ടുപോകാം. ചില ശരീരികളെ ഭൂമിയിൽ കാണുന്നല്ലോ. എന്റെ ആഭരണങ്ങളെ ഒരു പൊതിയിൽ താഴെ നിക്ഷേപിച്ചു കൊള്ളാം. തേരാ. പഞ്ചപാണ്ഡവങ്ങളായ ഹനുമാൻ, അങ്കദൻ, നീലൻ, നളൻ, കുമുദൻ ഇതോ എടുത്ത് സൂക്ഷിച്ചു വെക്കാം. നടനടോ നടാ. ലങ്കാരാജ്യം എത്തിച്ചേർന്നു. സീതയെ അശോകവൃക്ഷത്തിന്റെ ചുവട്ടിൽ വെക്കാം. എടാ എടാ ദൂതന്മാരെ, ഇനി എല്ലാവരും എന്നെ സീതാവല്ലഭ എന്ന് വിളിച്ചു വണങ്ങണം. ദേവസ്ത്രീകളെ, നിങ്ങൾ നല്ല നാട്ടിൽ നടത്തിയാലും. ത്രൈലോക്യപുരന്ദരാ ശരണം, കൈലാസോദ്ധാരകാ ശരണം, അഷ്ടഗജയുദ്ധപ്രിയാ ശരണം, സാമവേദസാധകാ ശരണം, ദശഗ്രീവാ ശരണം, മണ്ഡോദരി ശയനാം പുരിവല്ലഭനായകാ ശരണം, ലങ്കാവല്ലഭ നായകാ ശരണം, ലങ്കാവല്ലഭ നായകാ ശരണം, ശരണം. ജയ ജയ രാവണ ലങ്കാപതി, ജയ ജയ നർത്തജ രാജാധിപതി, ജയ ജയ കൈകസി നന്ദന സുന്ദര, ജയ ജയ പുലസ്ത്യ പുത്ര വിഭോ. ജയ ജയ രാവണ ലങ്കാപതി, ജയ ജയ നർത്തജ രാജാധിപതി, ജയ ജയ കൈകസി നന്ദന സുന്ദര, ജയ ജയ പുലസ്ത്യ പുത്ര വിഭോ. ജയ ജയ പുലസ്ത്യ പുത്ര വിഭോ, ജയ ജയ പുലസ്ത്യ പുത്ര വിഭോ. സീതാവല്ലഭ, ഇത് എന്ത് നാട്യം! ഇതിനേക്കാൾ നല്ല നാട്യം എനിക്കറിയാം. ഇവർക്ക് കല്യാണി, തോടി, ഭൈരവി തുടങ്ങിയ നാട്യമല്ലേ അറിയൂ. എനിക്കങ്ങനെയല്ല, വേറെ അനേകം നാട്യം അറിയാം.
അത് എന്ത് നാട്യമാണ്? കേട്ടാലോടി നാട്യം. പാട്ട് കേട്ട പിറകളെല്ലാം ഓടിപ്പോകും. വിദൂഷക, അത് വേണ്ട. ഈ കഥ കേൾക്കാൻ കുറച്ചു പേരേ ഉള്ളൂ, അവരെ നീ ഓടിക്കണ്ട. എന്നാൽ മനം പുരട്ടി രാഗമുണ്ട്. പാട്ട് കേട്ട പിറകളെല്ലാം മനം പുരട്ടി ശബ്ദിക്കും. വിദൂഷക, അത് തീരെ വേണ്ട. ഇവിടെ എല്ലാം അശുദ്ധിയാകും. എന്നാൽ കൈത കാമ്പോജി രാഗമുണ്ട്. അതെന്തു രാഗം? കൈത കരയുന്ന പോലെ കരയും. ഹേ വിദൂഷക, അതൊന്നും വേണ്ടേ വേണ്ട. എന്നാൽ ഒരു നാടൻ പാട്ട് പാടോ? അത് മതി, അത് മതി. തിത്തിത്തര തെയ്തെയ്ത തികൃതിത്തര തെയ്തെയ്ത തിത്തിത്തര തെയ്തെയ്ത തികൃതിത്തര തെയ്തെയ്ത തിത്തിത്തര തെയ്തെയ്ത തികൃതിത്തര തെയ്തെയ്ത തിത്തിത്തര തെയ്തെയ്ത തികൃതിത്തര തെയ്തെയ്ത ചക്കി കൊക്കി കുഞ്ഞമ്മേ നിന്റെ ചക്കര കുളത്തില് കള്ളുണ്ടോ? എനിക്ക് തന്നള കുഞ്ഞമ്മേ ഒരു കുടം തെളിക്കള്ള് കുടിക്കും പെണ്ണേ. തിത്തിത്തര തെയ്തെയ്ത തികൃതിത്തര തെയ്തെയ്ത തിത്തിത്തര തെയ്തെയ്ത തികൃതിത്തര തെയ്തെയ്ത ചെല്ല പിള്ളക്ക് കല്യാണം ചിന്താർ മണി കെട്ടിയാടുമ്പോ ഉലക്ക കൊണ്ടമ കാതും കുത്തി ഉരലു കൊണ്ടമ തോടയും ഉലക്ക കൊണ്ടമ കാതും കുത്തി ഉരലു കൊണ്ടമ തോടയും തിത്തിത്തര തെയ്തെയ്ത തികൃതിത്തര തെയ്തെയ്ത തിത്തിത്തര തെയ്തെയ്ത തികൃതിത്തര തെയ്തെയ്ത ആശപ്പെട്ടു വളർത്തിയ കാത് ആരടി മകളെ കാതറുത്ത് ആശപ്പെട്ടു വളർത്തിയ കാത് ആരടി മകളെ കാതറുത്ത് തിത്തിത്തര തിത്തെയ്ത തികൃതിത്തര തിത്തെയ്ത തിത്തിത്തര തിത്തെയ്ത തികൃതിത്തര തിത്തെയ്ത തിത്തിത്തര തിത്തെയ്ത തികൃതിത്തര തിത്തെയ്ത തിത്തിത്തര തിത്തെയ്ത തിത്തിത്തര തിത്തെയ്ത തിത്തിത്തര തെയ്തെയ്ത തികൃതിത്തര തെയ്തെയ്ത തിത്തിത്തര തെയ്തെയ്ത തികൃതിത്തര തെയ്തെയ്ത. ബേഷ് ബേഷ്. ദേവസ്ത്രീകളെ, ഇതാ സമ്മാനങ്ങൾ വാങ്ങിക്കൊള്ളുവിൻ. വിദൂഷക, നിനക്കും ഇതാ സമ്മാനം. ഹേ സുഗ്രീവ, നീ രാജാവായും അംഗദൻ യുവരാജാവായും കിഷ്കിന്ധയിൽ വസിക്കുക. കാലം പോയി. ഇനി എല്ലാവർക്കും ലങ്കാരാജ്യത്തിലേക്ക് സീതാന്വേഷണത്തിനായി പുറപ്പെട്ടുകൊള്ളാം. ലങ്കാരാജ്യം എത്തിച്ചേർന്നു. രാവണപുത്രൻ ഇന്ദ്രജിത്ത് 40 വെള്ളം പടകളോട് കൂടി ചേർന്ന യുദ്ധത്തിന് വരുന്നത് കണ്ടില്ലേ? ഹേ മാരുതേ ഹനുമ, ഇന്ദ്രജിത്തെ കൂട്ടി വന്ന പടകളോടുകൂടി യുദ്ധം നടത്തിക്കൊള്ളുവായി. நில்லடா சிறுது நில்லடா உனை நினைந்து வந்த நுனனுக்குயான் வில்லடாம துணை தாண்மை பேசி உயிரோடு நின்ற விளையாடினாய் കല്ലടാ നെടുമരങ്ങളോ വരു കരത്തിലെൻ വലി കടക്കുമോ ചൊല്ലടാ ഹനുമ ചൊല്ലടാ വരകൾ തോളിനായി വരകൾ തോളിനായി. എടാ പക്കടാ മരഞ്ചാടി നീണ്ടവാല കൂന്റെ മുതുക ശൗചശൂന്യ ചട്ടിത്തലയ കത്തിരിക്കാ മുഖത്തോനെ, നീ വില്ലെടുത്ത് യുദ്ധം ചെയ്യാതെ കല്ലുകളെയും മരങ്ങളെയും എടുത്ത് പരാക്രമം പറഞ്ഞു നിൽക്കാതെ
യുദ്ധം ചെയ്യടാ കുറങ്ങേ. എടാ ഇന്ദ്രജിത്തെ, വാടാ നീ പൊരുത വല്ലയാകിലട വായടങ്ക ഉറപേശടാ. ഓടാ നാനോ പടൈ പോവനോയട പോക വിട്ടിലതു പോകിലേൻ. കോടി കോളരിയ യാഴി പോതുമെട കൊണ്ടൽ മാമിടി മുന്നിൽക്കുമോ. വാട മാമതല രൂപ നിൽപ്പനട വണ്ണിരാവണി നിൻ വാഴ്വെടാ. എടാ ഇന്ദ്രജിത്തെ, കള്ള രാക്ഷസ, മധുകുടിയ, അച്ഛൻ പെണ്ണും കക്കും, മകൻ നുണയും പറയും. യുദ്ധം ചെയ്യാൻ ശക്തിയുണ്ടെങ്കിൽ എന്നോടുകൂടി പൊരുതാൻ പാടാ ഇന്ദ്രജിത്തെ. എടാ കുറങ്കേ, ഞാനിത് അസ്ത്രം വഹിക്കുന്നു. എടാ എടാ സ്മാപ്പൈ. എടാ ഇന്ദ്രജിത്തെ, നീ തൊടുത്ത അസ്ത്രമല്ല, ഇതാ നിന്റെ മുഖത്തേക്ക് ഞാൻ എറിയുന്നു. ഹനുമക്കുരങ്ങ് പോയല്ലോ. എടാ ലക്ഷ്മണ, എവിടെ പോയടാ ഇത്രയും നേരം? നമുക്ക് അസ്ത്രം തൊടുത്ത് യുദ്ധം ചെയ്യാം. സൂര്യകളസപൈ. ഹേ ഇന്ദ്രജിത്തെ, ഇതാ നിന്റെ വില്ല് ഞാൻ മുറിക്കുന്നു. ആകട്ടെ പാക്കല. എടാ എടാ സപ്പൈ. പോകട്ടെ. ഇന്ദ്രജിത്തല്ലേ മഹാമായം എടുത്തു വരുന്നത്. ദേവാദികൾ മൂവാദികൾ കാണത്തക്കതാക ഇതാ ഇന്ദ്രജിത്ത് വധം ചെയ്യുന്നു. ഇന്ദ്രജിത്ത് വധം ചെയ്യുന്നു. എടാ എടാ സപ്പൈ. എടാ എടാ സപ്പൈ. എൻ മകൻ ഇന്ദ്രജിത്തും മരണപ്പെട്ടു. ഇനി ആരുമേ ഇല്ല. ഞാൻ ഇവിടെ നിന്ന് രാമനോട് കൂടി ഇതാ യുദ്ധത്തിന് പുറപ്പെടാം. மனிதா கேள் முதல் போரில் வந்தது மலைந்து ராவணன் மயங்கினான். இனியும் அப்படி இறப்பனின்றுயர்த்திருதியத்தின் மிசையின்னலே. நிருதி வென்றிருவளை தரும் கணைகள் கொண்டு நின்றுடல் குடிக்கவே. ஜனனமின்றொடு நிருதி வாழ்வனது சத்தியம் ശൗര്യത്തിനാൽ. ഹേ രാമ രാഘവ, ഇത് രാമരാവണ യുദ്ധമാണ്. ഈ യുദ്ധം കാണാൻ ദേവന്മാർ, ഋഷീശ്വരന്മാർ, ആകാശവാസികൾ, ഭൂലോകവാസികൾ, ലോകവാസികൾ, പാതാളവാസികൾ എല്ലാ പേരും വന്നിരിക്കുന്നു. നീ കണ്ടില്ലേ? നമുക്ക് മുന്നേ ഭൂലോക യുദ്ധം ചെയ്യാം. ഇനി ആകാശ യുദ്ധം, പാതാള യുദ്ധം. ഹേ രാമ രാഘവ, ഇനി ആകാശം, ഭൂലോകം, പാതാളം സകലയിടത്തും ഓടി ഓടി നമുക്ക് യുദ്ധം ചെയ്യാം. ഹേ രാവണ, നിന്റെ കയ്യിലിരിക്കുന്ന വില്ല് ഞാൻ മുറിക്കുന്നു. എടാ എടാ സ്മാപ്പൈ. ദേവാദികൾ മൂവാദികൾ കാണും സാക്ഷിയാകെ ലോകോപദ്രവകാരിയാകിയ രാവണവധം ചെയ്യുന്നു. രാവണവധം ചെയ്യുന്നു. രാവണവധം ചെയ്യുന്നു. എടാ എടാ സ്മാപ്പൈ. കരത്തിലും രാമാ നിൻപേർ, ദിനത്തിലും രാമാ നിൻപേർ, മനത്തുളை പീഡை നാടി വൽവിனை വാറപോത് குணத்துளாய் மாலை மார்பா நின் பாதம் யான் கூர்மே. ഇനി എല്ലാ പേരുകളും അയോധ്യ രാജ്യത്തേക്ക് പ്രയാണം ചെയ്യാം. നടോ നടാ.
മഹാരാജൻ ഇതോ എത്തിച്ചേർന്നിരിക്കുന്നു. ഹേ മന്ത്രി സുമന്ത്ര, നാളെ സൂര്യോദയം ശ്രീ രാമസ്വാമിക്ക് പട്ടാഭിഷേകം എന്ന് ബേരിക മുഴങ്ങട്ടെ. ജനശൈമന്തരയാൽ മണ്ണാളും വരശിഴൈந்து വനങ്ങൾ തോറും വെഞ്ചുരങ്ങൾ വനങ്ങൾ തോറും വെയ്യലിലെ നിടന്തിരൈത്ത് വേടത്തീര കഞ്ചമലത്തിരുമാർപ്പ ചാകുസ്താരഘുരാമ കമലക്കണ്ണ അഞ്ജനം പോൽ തിരുമേനിയഴകനെ അത്തനെ അഭിഷേകമാടുവാനേ. ഹേ രാമ, സൂര്യോദയ ശുഭമുഹൂർത്തത്തിൽ വസിഷ്ഠ ഗുരുവായ ഞാൻ നിനക്ക് കിരീടാധികാരം നടത്തിക്കൊള്ളുന്നു. ശ്രീരാമസ്വാമി അയോധ്യ രാജ്യത്തിലെ 1ാം രാജാവായിരിക്കട്ടെ. ശ്രീരാമസ്വാമി അയോധ്യ രാജ്യത്തിലെ 1ാം രാജാവായിരിക്കട്ടെ. സീതാദേവി പട്ടത്തരശിയായിരിക്കട്ടെ. സീതാദേവി പട്ടത്തരശിയായിരിക്കട്ടെ. ഭരതൻ 2ാം രാജാവായിരിക്കട്ടെ. ഭരതൻ 2ാം രാജാവായിരിക്കട്ടെ. ലക്ഷ്മണൻ 3ാം രാജാവായിരിക്കട്ടെ. ലക്ഷ്മണൻ 3ാം രാജാവായിരിക്കട്ടെ. ശത്രുഘ്നൻ 4ാം രാജാവായിരിക്കട്ടെ. ശത്രുഘ്നൻ 4ാം രാജാവായിരിക്കട്ടെ. ഈ ദേശവാസികളെല്ലാം അയോധ്യ നിവാസികളെ പോലെ സുഖമായി വാഴ്ന്നിരിക്കട്ടെ. ശരണം ശരണം ഗുരുദേവ. ഈ ശുഭമുഹൂർത്തത്തിൽ എന്നെ കിരീടം ധരിപ്പിച്ച് അങ്ങ് എന്റെ ദക്ഷിണ സ്വീകരിച്ചാലും ഗുരുദേവ. ഹേ രാമ രാഘവ, 60,000 സംവത്സരം രാജ്യം ഭരിച്ച ദശരഥ മഹാരാജാവിന്റെ അനന്തര അവകാശിയാണ് നീ. സാക്ഷാൽ നാരായണസ്വാമി വൈകുണ്ഠത്തിലെ ഇരുന്ന് മനുഷ്യനായി രാമനായി അവതരിക്കുമെന്ന് കരുതിയാണ് ഞാൻ ഈ സൂര്യവംശത്തിൽ ഗുരുവായി വന്നത്. നീ വൈകുണ്ഠാധിപതിയാണ്, സാക്ഷാൽ നാരായണസ്വാമിയുടെ അവതാരമാണ്. നിന്റെ കയ്യിൽ നിന്നും ദക്ഷിണ വാങ്ങാൻ ഞാൻ അർഹനല്ല. എന്നാലും ലോകത്തിൽ ഗുരുവും ശിഷ്യനും എന്നതായ ബന്ധം നിലനിർത്തുവാനായി ഞാനിതാ ദക്ഷിണ സ്വീകരിച്ചു കൊള്ളുന്നു. രാമ, നീ സുഖീ ഭവാൻ, ആയുഷ്മാൻ ഭവാൻ, കേട്ടയോ രാഘവ. ഹേ മന്ത്രി സുമന്ത്ര, ഉത്തമ സ്ത്രീകളെ വിളിച്ച് മംഗളനാട്യം നടത്തിക്കൊള്ളു. ജയമംഗളം നല്ല ദിവ്യമുഖ ചന്ദ്രനക്ക് ശുഭമംഗളം. കുണ്ടൽ മണി വർണ്ണനക്കും കണ്ണനക്കും മംഗളം. ആരാഭിരാമനക്കും വണ്ണപാരം രാമനക്കും ഈരേഴുനാഥനക്കും ചിരവികുല സോമനക്കും ശ്രീരാമചന്ദ്രനക്കും ജയമംഗളം. ശ്രീരാമചന്ദ്രനക്കും ജയമംഗളം. ശ്രീരാമചന്ദ്രനക്കും ജയമംഗളം. നല്ല ജയമംഗളം, നല്ല ജയമംഗളം, നല്ല ശുഭമംഗളം. തോൽപ്പാവക്കൂത്തിൻ്റെ പെൺപാവക്കൂത്തിലെ കമ്പരാമായണത്തിൻ്റെ അവതരണമാണ് നിങ്ങളിവിടെ കണ്ടത്. ഇതിലെ പിന്നണിയിൽ പ്രവർത്തിച്ചതിനെ നിങ്ങൾക്ക് മുന്നിലൊന്നും പരിചയപ്പെടുത്താം. നിവേദ്യ, ദേവപ്രിയ, രചിത, അശ്വതി, രാജലക്ഷ്മി, നിത്യ. അതുപോലെ തന്നെ തോൽപ്പാവക്കുന്നിൻ്റെ നൂതന ആവിഷ്കാരങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠൻ ശ്രീ രാജീവ് പുലൂർ ഞങ്ങളുടെ കൂടെയുണ്ട്. ആദിത്യൻ എന്നിവരെ കൂടി പരിചയപ്പെടുത്തുകയാണ്.